റീസെൻ്റ്ലി നമ്മുടെ അടുത്തൊരു സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മുന്നെയാണ്. അപ്പം അന്നേരം ആ കുട്ടി ടീച്ചറോട് സംസാരിക്കുന്ന സമയത്ത് ടീച്ചറോട് അവൻ പറയാണ്, ടീച്ചർ എനിക്ക് പഠിക്കാൻ തീരെ താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, മോനെ എന്തുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നതാണ്, ടീച്ചർ എൻ്റെ വീട്ടിൽ തന്നെ കമ്പാരിസനാണ്. മൂത്തവനെ കണ്ട് പഠിക്കുക, അല്ലെങ്കിൽ താത്തയെ കണ്ട് പഠിക്കുക, അവരത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടല്ലോ, നീ എന്താ എത്ര മാർക്ക് സ്കോർ ചെയ്യാത്തത്? ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുട്ടിക്കൊരു പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് കുട്ടിയെ പഠനത്തെ ബാധിക്കുന്നത്? ഇത് ശരിക്കും കുട്ടിയെ ഒട്ടും പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്ത പോലെയാക്കും. അവർക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി വരും, ഞാൻ അത് ചെയ്താൽ ശരിയാവോ, ഞാൻ അവനെ പോലെ ആവോ എന്നൊരു കമ്പാരിസൺ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവരെ പെർഫോമൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറവാവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കൂലേ ആ കുട്ടിക്ക് പഠനത്തോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറയാൻ? അതെ, അതുകൊണ്ടായിരിക്കാം കുട്ടിക്ക് എന്താ പഠിക്കാനുള്ള താല്പര്യം കുറവുണ്ടാവുന്നത്, അവർ അക്കാഡമിക്കില് സ്കിൽസ് കുറയുന്നത്, മാർക്ക് കുറയുന്നത്. ഓക്കെ, പിന്നെ ഇത് മാത്രമല്ല, ഒരു കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് പല ഏരിയയിലും എന്താണ് താല്പര്യമുള്ള മേഖലകൾ ഉണ്ടാവാം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പാരന്റ് കുട്ടിൻ്റെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുക.